CBSE 10th ക്ലാസ്സിൽ മാത്സ് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്തൊരു വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്, കാണണം. ഇന്ന് നോക്കിക്കേ, നമുക്ക് സ്റ്റാറ്റ് ആൻഡ് പ്രോബബിലിറ്റി ഞാൻ പറഞ്ഞുതരുന്നു. എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഏറ്റവും എളുപ്പമുള്ളൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റിയാണ്. നിങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പ്രോബബിലിറ്റിയിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ മക്കൾ ആദ്യം പഠിച്ചു തീർക്കേണ്ട ഒരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റിയുടെ PYQs ഒക്കെ കറക്റ്റായിട്ട് നോക്കുക. ഇനി പല സ്റ്റുഡൻസിനും നമുക്ക് എന്താണ് ടഫായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രിഗണോമെട്രിയിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇതിൻ്റെ ഒരു ബേസ് അറിയില്ല. അപ്പം നമുക്ക് ഓരോ പ്രോബ്ലംസും ഓരോ ലെവലിലായിരിക്കും ചിലപ്പം ചോദിക്കാറുള്ളത്. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിഗണോമെട്രി പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ആദ്യം ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട്സുകൾ ചെയ്ത് നോക്കുക. ദെൻ ചാപ്റ്ററിൻ്റെ സമ്മറി കറക്റ്റായിട്ടും മനസ്സിലാക്കുക. ദെൻ PYQs നിങ്ങൾ ചെയ്ത് നോക്കണം, എഴുതി പരിശീലിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ട്രിഗണോമെട്രിയിലെ 12 മാർക്ക് നേടാൻ സാധിക്കുന്നത്. ഇപ്പോൾ ട്രിഗണോമെട്രി എപ്പോഴും പലപ്പോഴും കോൺസെപ്റ്റ്സുകളൊക്കെ അറിയായിരിക്കും, പക്ഷേ ചെയ്ത് നിങ്ങൾ ഇതെനിക്കറിയാമല്ലോ പേപ്പറിലേക്ക് എഴുതി ഞാൻ തന്നെ 1-2 പ്രോബ്ലം ചെയ്യും, ബാക്കി ചെയ്യാതിരിക്കും. പക്ഷേ ട്രിഗണോമെട്രിയിലെ ടിപ്സ് ഇത് എത്ര മാത്രമേ ഉള്ളൂ. മോർ പ്രോബ്ലംസ്, സമയമെടുത്ത് പ്രോബ്ലംസ് പേപ്പറിൽ ചെയ്ത് നോക്കേണ്ട ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി. ഞങ്ങൾ ക്ലാസ് എടുക്കുന്നതും ട്രിഗണോമെട്രിക്ക് അങ്ങനെ തന്നെയാണ്. കൃത്യമായി ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് വെച്ച് കുട്ടികളിലേക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ട്രിഗണോമെട്രി പോർഷൻസ് റിവിഷൻസ് വേണോ, CC+E ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. CC+ൻ്റെ ക്ലാസ്സുകളിൽ ഈ ചാപ്റ്റേഴ്സ് മുഴുവൻ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. 1-to-1 ട്യൂഷൻസ് ആണ്. CBSE പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു ഹെക്ടിക്കും പേരൻസിന് ഒരു ഹെക്ടിക്കും ആകാതെ തന്നെ നമ്മുടെ ഒരു നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ, പ്രോപ്പർ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-to-1 ട്യൂഷൻ. അതും നമ്മുടെ അധ്യാപകരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് CBSE സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അധ്യാപകരാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പം മറന്നു പോലെ ട്രിഗണോമെട്രി പോർഷൻസ് മാത്രമായിട്ടും CC+നോടൊപ്പം നിങ്ങൾക്ക്